നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആ ചരക്ക് കപ്പൽ മുക്കിയതാണോ എന്ന കാര്യത്തിൽ കൂടുതൽ സംശയങ്ങൾ ബലപ്പെടുന്നു. പ്രത്യേകിച്ച് ചരക്ക് കപ്പൽ മുങ്ങിയ ഈ സമയം തന്നെയാണ് ആ സംശയം കൂടുതൽ ബലപ്പെടുത്തുന്നത്. അതിതീവ്ര മഴയും കാറ്റും മൂലം ഇളകിമറിയുന്ന കടലിൽ ഇപ്പോൾ മത്സ്യബന്ധനം അസാധ്യമാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മത്സ്യബന്ധനം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. മൺസൂൺ ശക്തമാകുന്നതിന് തൊട്ടു പിന്നാലെയാണ് ചരക്ക് കപ്പൽ മുങ്ങിയത്. ആ മേഖലയിൽ മീൻപിടുത്തമുണ്ടാകില്ല എന്നവർ നിശ്ചയിച്ചുറപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ മുങ്ങലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മത്സ്യത്തൊഴിലാളികൾ മനസ്സിലാക്കില്ല. മത്സ്യബന്ധന ബോട്ടുകളിൽ നിന്ന് താഴേക്ക് ചാടി ആഴത്തിൽ പോയി പരിശോധിക്കാൻ കഴിവുള്ളവരാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാവും നേരത്തെ തന്നെ ചില കഥകൾ ശക്തമായി പ്രചരിപ്പിച്ചതും. ഒരാഴ്ച കൂടി പിന്നിടുമ്പോൾ ഇനി മൺസൂൺ കാല ട്രോളിംഗ് ആണ്. നിരോധനത്തിൻ്റെ 52 നാളുകൾ. ഈ കാലഘട്ടത്തിനുള്ളിൽ എല്ലാം മുക്കിക്കളയും. ജൂൺ 9-ാം തീയതി മുതൽ 52 ദിവസത്തേക്കാണ് ഇക്കുറി ട്രോളിംഗ് നിരോധനം. ഇതൊക്കെ കണക്കുകൂട്ടി തന്നെയാണോ ഈ ചരക്ക് കപ്പൽ മുക്കിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പരമ്പരാഗത യാനങ്ങളൊഴികെ മറ്റൊന്നിനും ഈ കാലയളവിൽ കടലിൽ പോകാൻ കഴിയില്ല. ട്രോളിംഗ് നിരോധന കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ തീരദേശം കടുത്ത വറുതിയിലുമാണ്. ഈ കാലഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളികൾ മറ്റു ജോലികൾക്ക് പോകാറുണ്ട്. ഇതൊക്കെ കണക്കുകൂട്ടിയുള്ള നീക്കമാണോ ഈ ചരക്ക് കപ്പൽ മുക്കിയത് വഴി ഇതിന് പിന്നിൽ കളിച്ചവർ ലക്ഷ്യമിട്ടത്? ചരക്ക് കപ്പൽ മുങ്ങുന്നതുൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ കണ്ടെയ്നറുകളും കപ്പലിൻ്റെ അവശിഷ്ടങ്ങളുമൊക്കെ മാറ്റുന്ന പ്രക്രിയയെ സാൽവേജ് ഓപ്പറേഷൻ എന്ന് പറയുന്നു. സാൽവേജ് ഓപ്പറേഷനിൽ ഏറെ വൈദഗ്ധ്യമുള്ള കമ്പനിയാണ് ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് കപ്പൽ കമ്പനി വിശദീകരിക്കുന്നു. കണ്ടെയ്നറുകൾ മാറ്റുക മാത്രമല്ല, കപ്പലിൽ നിന്ന് ഒഴുകാൻ സാധ്യതയുള്ള എണ്ണ തിരിച്ചെടുക്കാനുള്ള സംവിധാനമൊക്കെ ഈ കമ്പനിക്കുണ്ടത്രേ. രാസപദാർത്ഥങ്ങൾ ഒഴുകിയാൽ അവ പ്രതിരോധിക്കാനുള്ള സംവിധാനവുമുണ്ട് എന്ന് കമ്പനി വിശദീകരിക്കുന്നു. എന്നാൽ കണ്ടെയ്നറുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നിരവധി സാധനങ്ങളാണ്. ഏറ്റവും ഒടുവിൽ കണ്ടെയ്നറിൽ നിന്ന് പുറത്തു വന്ന തേക്ക് കട്ടകൾ നാട്ടുകാരിൽ ചിലർ മോഷ്ടിച്ച് മണ്ണിൽ കുഴിച്ചിട്ടുവെന്നാണ് പുറത്തുവരുന്ന വിവരം. കണ്ടെയ്നറിൽ നിന്ന് പുറത്തു വരുന്ന വസ്തുക്കൾ തൊടാൻ പാടില്ല എന്ന നിർദ്ദേശം സർക്കാരും ജില്ലാ ഭരണകൂടവുമൊക്കെ തുടർച്ചയായി നൽകുന്നുണ്ട്. എന്നാൽ കണ്ടെയ്നറിലുണ്ടായിരുന്ന മലേഷ്യൻ തേക്കുകൾ കൈക്കലാക്കാൻ ചില നാട്ടുകാർ ശ്രമം നടത്തി. പോലീസ് ഇടപെട്ട് ഈ നീക്കം തടഞ്ഞുവെങ്കിലും തീരപ്രദേശം വ്യാപകമായി പരിശോധിക്കാനുള്ള സംവിധാനമൊന്നും പോലീസിൻ്റെ പക്കലില്ല. പുലർച്ചെ തേക്കുകട്ടകൾ കണ്ടപാടെ ആളുകൾ ഈ തേക്കുകട്ടകൾ കരയ്ക്കടുപ്പിച്ച് മണ്ണിൽ കുഴിച്ചിട്ടു. പിന്നീട് മണ്ണിൽ കുഴിച്ചിട്ട ചില തേക്കുകട്ടകൾ പോലീസ് എത്തി പുറത്തേക്ക് മാന്തിയെടുത്തു. ബീച്ചിൽ അവശേഷിച്ചവയും കണ്ടെത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ഈ തേക്കുകട്ടകൾക്ക് കാവലിരിക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ പോലീസ്. ചിലരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് വിട്ടയച്ചു. സംഭവത്തിൽ കേസൊന്നും എടുത്തില്ല എന്ന് പോലീസ് പറയുന്നു. ഏകദേശം 45ഓളം കണ്ടെയ്നറുകളാണ് പല ഭാഗങ്ങളിലായി തീരത്തടിഞ്ഞിരിക്കുന്നത്. തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ വേഗത്തിൽ മാറ്റുമെന്നാണ് കളക്ടർമാർ പറയുന്നത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, NDRF, കസ്റ്റംസ് സംഘങ്ങളാണ് ഈ കണ്ടെയ്നറുകൾ മാറ്റുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ആലപ്പാട് പഞ്ചായത്തിൽ ചെറിയഴീക്കലിൽ കണ്ടെയ്നർ കണ്ടതോടെ 5 കുടുംബങ്ങളെ ആ മേഖലയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. കസ്റ്റംസ് ഷിപ്പിംഗ് കമ്പനി പ്രതിനിധികൾ തുടർ നടപടികൾ സ്വീകരിച്ച് കളത്തിലിറങ്ങി. കണ്ടെയ്നറുകൾ ജില്ലയിലെ വിവിധ തീരപ്രദേശങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ അപകടകരമായ വസ്തുക്കളൊന്നും കണ്ടെത്തിയില്ല എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നും വ്യക്തമാക്കുന്നു. ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ മാറ്റുന്ന പ്രവൃത്തി 1-2 ദിവസത്തിനുള്ളിൽ തീർക്കുമെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. മിക്ക കണ്ടെയ്നറുകളും കാലിയാണ്. ഈ കാലിയായ കണ്ടെയ്നറുകൾ ഇനി എന്തു ചെയ്യും എന്ന ആലോചനയിലാണ് അധികൃതർ. കഴിഞ്ഞ ദിവസം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ പലതും ഇപ്പോൾ കരയ്ക്ക് കയറ്റി. കനത്ത മഴയും മറ്റ് അസൗകര്യങ്ങളുമുണ്ട്. കൊല്ലം ബീച്ചിലും പരിസരങ്ങളിലുമായി കണ്ടെത്തിയ 2 കണ്ടെയ്നറുകൾ കൊല്ലം പോർട്ടിലെത്തിച്ചു. ശക്തികുളങ്ങര പള്ളിക്ക് സമീപം കണ്ടെത്തിയവയിൽ 2 ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി എടുത്തുമാറ്റി. നീണ്ടകര, ഹാർബർ, ചെറിയഴീക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ കണ്ടെത്തിയ കണ്ടെയ്നറുകൾ അടുത്ത ദിവസം തന്നെ നീക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും കസ്റ്റംസും തീരദേശ സേനയും നമ്മുടെ പോലീസുമൊക്കെ ഈ കണ്ടെയ്നറുകൾക്ക് പിന്നാലെയാണ്. ഇതിനിടയിൽ ഇനി തീവ്രവാദ പ്രവർത്തനങ്ങളോ മയക്കുമരുന്ന് കള്ളക്കടത്തോ ആരെങ്കിലും ലക്ഷ്യമിടുമോ എന്ന ഭയവും അധികൃതർക്കുണ്ട്. ലോകത്ത് തന്നെ വലിയ തലയെടുപ്പോടെയാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കം ഈ കപ്പൽ മുക്കിയതിലൂടെയുണ്ടോ എന്ന ഭാഗവും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.
കൊല്ലം ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ അടിഞ്ഞ കണ്ടെയ്നറുകളിലൊന്നും ഇതുവരെ അപകടകരമായ വസ്തുക്കളില്ല എന്ന് അധികൃതർ വിശദീകരിക്കുന്നുണ്ട്. പോർട്ടിലെത്തിച്ച കണ്ടെയ്നറുകളിൽ ഒന്നിൽ നിന്ന് പ്ലാസ്റ്റിക് പെല്ലറ്റ് കണ്ടെത്തി. തെക്കുഭാഗം മത്സ്യഭവനം പിൻഭാഗത്തെ കടൽ ഭിത്തിയോട് ചേർന്ന് ഒരു കണ്ടെയ്നർ തീരത്തടിഞ്ഞു. തീരത്തെ മണൽപ്പരപ്പിൽ ഉറച്ച നിലയിലായിരുന്നു ഇത്. മറ്റൊരു കണ്ടെയ്നർ മലപ്പുറം പള്ളിക്കും ചില്ലക്കൽ പള്ളിക്കുമിടയിലുള്ള കടൽ തീരത്ത് പാറക്കെട്ടുകളിൽ ഇടിച്ച് തകർന്നു. ആ കണ്ടെയ്നറിൽ തുണിത്തരങ്ങൾ, ന്യൂസ് പ്രിന്റ്, പഞ്ഞി അടക്കമുള്ള ചരക്കുകളാണ് കാണപ്പെട്ടത്. ഇവയൊക്കെ കടലിലേക്ക് പരന്നൊഴുകി. സാൽവേജ് ഓപ്പറേഷന്റെ ഭാഗമായി T&T സാൽവേജ് കമ്പനിയാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. തീരപരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെയുള്ള സാൽവേജ് ഓപ്പറേഷനാണ് ഇവരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ റീഫർ കണ്ടെയ്നറുകളുടെ ചില പാർട്സുകൾ തീരത്തടിഞ്ഞു. റെഫ്രിജറേറ്റഡ് കണ്ടെയ്നറുകളുടെ പാർട്സുകൾ, ശീതീകരണ സംവിധാനത്തിന്റെ പുറംപാളികൾ പോലുള്ള ഭാഗങ്ങളാണ് തീരത്തെത്തിയത്. കേരള തീരത്ത് അപകടകരമായ ചരക്കുകൾ ഉൾപ്പെട്ട കപ്പൽ മുങ്ങിയത് സമുദ്രജീവികളെയും പ്രാദേശിക മത്സ്യബന്ധത്തെയും ബാധിക്കുമെന്ന് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നു. പ്രത്യേകിച്ച് മൺസൂൺ കാലത്ത് ഇത് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അവർ പറഞ്ഞു. എണ്ണച്ചോർച്ച, കടലിലേക്ക് രാസവസ്തുക്കൾ ചോർന്നതിൻ്റെ പാരിസ്ഥിതികവും സാമ്പത്തികവുമായ ആഘാതം എന്നിവ പഠിക്കാൻ CMFRAയിൽ നിന്നുള്ള ഒരു ഫീൽഡ് സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നു. പൂർണ്ണമായ ആഘാതം പിന്നീട് മാത്രമേ വ്യക്തമാകൂ. മഴക്കാലത്ത് പ്രജനനം നടത്തി വളരുന്ന പെലാജിക് മത്സ്യങ്ങൾക്ക് നിർണായകമായ സമയത്താണ് ഈ സംഭവമെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. എണ്ണ പടരുന്നത് സെൻസിറ്റീവ് സമുദ്രജീവികൾക്ക് ഭീഷണിയാവുകയും മത്സ്യബന്ധന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യും. പ്രത്യേകിച്ച് തീരദേശ പ്രദേശങ്ങളിലെ കരകൗശല മത്സ്യത്തൊഴിലാളികളെ ഇത് ബാധിക്കും. ചോർച്ച പടർന്നാൽ അത് സമുദ്ര ഉൽപാദനക്ഷമതയെ ദോഷകരമായി ബാധിക്കും. അറബിക്കടലിൽ മുങ്ങിത്താണ ലൈബീരിയൻ ചരക്ക് കപ്പൽ സ്വയം മുങ്ങിയതല്ലെന്നും കപ്പലിനെ മുക്കിയതാണെന്നുമുള്ള ആരോപണം ഇപ്പോൾ ശക്തമാകുന്നു. കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ചാൾസ് ജോർജാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച പരാതിയും അദ്ദേഹം നൽകി. MSC എൽസ3 എന്ന കപ്പലാണ് കൊച്ചിയിൽ മുങ്ങിയത്. അപകടം സംബന്ധിച്ചുള്ള യാതൊരുവിധ ദുരൂഹതയും ഇതുവരെ അധികൃതർ നീക്കിയിട്ടില്ല. കപ്പൽ മുക്കിയതാണ് എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള ചില തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇത്തരമൊരു കപ്പൽ ഉണ്ടാക്കണമെങ്കിൽ 400 കോടിയെങ്കിലും രൂപ ചിലവ് വരും. മുങ്ങിയ കപ്പലിന് 28 വർഷം പഴക്കമുണ്ട്. കാലാവധി കഴിഞ്ഞ് 3 വർഷം പിന്നിട്ട ഒരു കപ്പലാണിത്. ജപ്പാനിൽ 15 വർഷമാണ് ഒരു കപ്പലിൻ്റെ കാലാവധി. ഈ കപ്പൽ ട്രൈഡോക്ക് ചെയ്യാനും അടുത്തയാഴ്ച മുതൽ പുതിയൊരു കപ്പൽ കൊണ്ടുവരാനും ഷിപ്പിംഗ് കമ്പനി തീരുമാനിച്ചിരുന്നതുമാണ്. ഈ സാഹചര്യത്തിലാണ് ഈ കപ്പൽ മുങ്ങിയിരിക്കുന്നത്. കപ്പലിന് ഇൻഷുറൻസ് പരിരക്ഷയുള്ളതുകൊണ്ട് നല്ലൊരു തുക ലഭിക്കും. കപ്പൽ പൊക്കിയെടുക്കുക എന്നത് ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ ആ ദൗത്യം ഉപേക്ഷിക്കുകയാണ് മിക്കവാറും ഇത്തരം അപകടങ്ങളിൽ കപ്പൽ ഉടമകൾ ചെയ്യാറുള്ളത്. കപ്പലിൻ്റെ ഫിറ്റ്നസ് സംബന്ധിച്ചും ചില സംശയങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. കപ്പൽ പുറപ്പെടുന്നതിന് മുൻപ് മർക്കന്റൈൽ മറൈൻ വകുപ്പ് പരിശോധിച്ച് ഇതിൻ്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 26 ഡിഗ്രി മാത്രം ചെരിഞ്ഞൊരു കപ്പൽ 12 മണിക്കൂറിനകം മുങ്ങിയതും പരിശോധിക്കണം. സാധാരണ കപ്പലുകൾ 15 മീറ്റർ വരെ തിര ഉയരുന്ന മെഡിറ്ററേനിയൻ കടലിൽ പ്രവർത്തിക്കാവുന്ന തലത്തിലാണ് നിർമ്മിക്കുക. 623 കണ്ടെയ്നറുകളായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. കയറ്റുമ്പോൾ തന്നെ ഇത് സംബന്ധമായ ബില്ലുകളും നൽകേണ്ടതുണ്ട്. രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് കപ്പലിനും തുറമുഖത്തുമുള്ള പ്രോട്ടോക്കോളും പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അടിമുടി ദുരൂഹതയാണ് ഈ കപ്പൽ മുങ്ങിയതിന് പിന്നിൽ. എണ്ണപ്പാട തീരത്തെത്തിയാൽ കൈകാര്യം ചെയ്യാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നേതൃത്വത്തിൽ 2 വീതം റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ തൃശൂർ മുതൽ തെക്കൻ ജില്ലകളിൽ ഓരോന്നിലും വടക്കൻ ജില്ലകളിലും തയ്യാറായി നിലയുറപ്പിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും പോലീസും മറ്റ് വകുപ്പുകളും ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കപ്പലിൻ്റെ എണ്ണ കടലിൻ്റെ താഴെത്തട്ടിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കോസ്റ്റ് ഗാർഡ്, നേവി, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് എന്നിവരെ ഉൾപ്പെടുത്തി ഒരു പദ്ധതി തയ്യാറാക്കാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ട്. കണ്ടെയ്നർ, എണ്ണപ്പാട, കടലിൻ്റെ അടിയിലേക്ക് പോകുന്ന എണ്ണ എന്നിവ കൈകാര്യം ചെയ്യാൻ പ്രത്യേക നിർദ്ദേശങ്ങൾ ജില്ലകൾക്കും വകുപ്പുകൾക്കും ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകി. പൊതുജനങ്ങളുടെ സുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, മത്സ്യബന്ധന മേഖലയുടെ സംരക്ഷണം എന്നിവ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനം മുൻഗണന നൽകുമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു. എന്തായാലും തീരത്ത് അപൂർവ വസ്തുക്കൾ ആരെങ്കിലും കണ്ടാൽ അതിൽ തുടരുത്, 200 മീറ്റർ അകലം പാലിക്കണം എന്ന നിബന്ധന ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുകയാണ് സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും. മത്സ്യത്തൊഴിലാളികൾ നിലവിൽ കടലിൽ പോകരുതെന്ന നിർദ്ദേശം കാലാവസ്ഥാ സംബന്ധിയായി തന്നെ നൽകിയിട്ടുണ്ട്.
ചരക്ക് കപ്പൽ മുങ്ങിയ സമയവും അതിൻ്റെ പിന്നീടുള്ള വസ്തുതകളുമൊക്കെ വിലയിരുത്തുമ്പോൾ തികഞ്ഞ ദുരൂഹത ഈ അട്ടിമറിക്ക് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചരക്ക് കപ്പൽ മുങ്ങിയതാണോ അതോ മറ്റെന്തെങ്കിലും അട്ടിമറിയാണോ? എന്തുകൊണ്ട് ഈ മേഖലയിലേക്ക് ശക്തമായ അന്വേഷണം തിരിയുന്നില്ല എന്ന് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.